വെൽക്കം ടു മഗൂസ് വേൾഡ്. എല്ലാവർക്കും മഗൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ലോലോലിക്ക അച്ചാറാണ് കേട്ടോ. ഇപ്പം ലോലോലിക്കയുടെ സീസണാണ്, അതുകൊണ്ട് മിക്കവരുടെ വീട്ടിലും ഈ സാധനം ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ പടം ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ചിലയിടത്ത് ലോലോലിക്ക എന്ന് പറയും, ചിലയിടത്ത് ലൂബിക്ക എന്ന് പറയും, ചിലയിടത്ത് ഓലോലിക്ക എന്ന് പറയും. പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണെങ്കിലും ഇവൻ അച്ചാറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ചേട്ടനാണ് എനിക്കിന്ന് ഈ ലോലോലിക്ക പറിച്ചൊക്കെ തരുന്നത് കേട്ടോ, എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചേറെ ഉണ്ട്. ഇത് നല്ല പഴുത്തം നോക്കിയാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് നമുക്കിത് അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ എനിക്ക് കിട്ടിയ ലോലോലിക്ക ഞാൻ അച്ചാറിടാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യും. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന ലോലോലിക്ക ഇടത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോലോലിക്ക നല്ല പുളിയുള്ള സാധനം ആയതുകൊണ്ട് ഇത് ഇരിക്കും തോറും പുളി ഇറങ്ങിക്കൊണ്ടിരിക്കും. അച്ചാറിടുന്നവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കത്തുള്ളൂ അച്ചാറിടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ മാറ്റി വയ്ക്കും. ഇതുപോലെ ചെയ്ത കുറച്ച് ലോലോലിക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് തലേദിവസം ചൂടുവെള്ളത്തിലിട്ട് വെച്ച ലോലോലിക്ക ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് അച്ചാറിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ മാറ്റി വയ്ക്കും. ഇത് ഞാൻ പിറ്റേ ദിവസം എടുക്കുകയുള്ളൂ കേട്ടോ. ഇപ്പം ഇടാൻ പോകുന്നത് ഇന്നലെ ഇട്ട് വെച്ചതാണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേ ഇഞ്ചി, പച്ചമുളക്, അച്ചാർ പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഒരു ബൗൾ നിറയെ നല്ലെണ്ണ, കൂടെ കുറച്ച് കായപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടെയും വേണം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ ബൗൾ നിറയെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് എപ്പോഴും ബെസ്റ്റ് നല്ലെണ്ണ തന്നെയാണ്. അതും എപ്പോഴും കുറച്ച് കൂടുതൽ എണ്ണ വേണം താനും, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് കറിവേപ്പില മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന 2 കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ഇഞ്ചിക്കഷ്ണമുണ്ട്, അത് ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി തുടങ്ങണം. അതിന് ശേഷം 8 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് ഏറെ ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ലൂബിക്ക അച്ചാറിന് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് അത് എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഓരോ പൊടികൾ വീതം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ആണ്. എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ പച്ചമുളകും അതുപോലെ തന്നെ അച്ചാർ പൊടിക്കും എരിവുള്ളതായതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് കാശ്മീരി മുളക് പൊടി കുത്തൽ മാറുന്ന വരെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം എണ്ണയിലിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചാറിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകം വരെ നമുക്ക് ഗ്യാസിലിട്ട് വെക്കണം. കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്ന കണ്ടോ. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 2 സ്പൂൺ നിറയെ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പതുക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടേ. ഇനി ഒരു 1.5 സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി അധികം ഇതിൽ ഒഴിക്കണ്ട,
ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി ഒഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് പുളിയുള്ളതായതുകൊണ്ട് അധികം വിനാഗിരി ഒഴിക്കില്ല. ഇനി നമ്മുടെ ലോലോലിക്ക, നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ ലോലോലിക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെ ചേർക്കണം. അത് കഴിഞ്ഞാണ്, വീഡിയോയിൽ എടുത്തിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ മറന്നുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് കഴിഞ്ഞത് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോലോലിക്ക അച്ചാർ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ലോലോലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, എൻ്റെ ദൈവമേ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നീടുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എപ്പോഴും പറയുന്നത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിൻ്റെ ഒക്കെ. അപ്പോൾ അതേ ലോലോലിക്ക അച്ചാറൊക്കെ ദേ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നാക്കിൽ കപ്പലോടും മക്കളെ, അതുപോലത്തെ ടേസ്റ്റാണ്. ഇതാ കണ്ടോ, ഇതൊരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അടിപൊളിയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം.